എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി അനുരാജ് കഞ്ചാവ് വാങ്ങാൻ ഗൂഗിൾ പേ വഴി 16,000 രൂപ കൈമാറിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പന തുടങ്ങിയിട്ട് ഏതാണ്ട് 6 മാസമായി എന്നാണ് പറയുന്നത്. ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ അതിഥി തൊഴിലാളിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകും. വിഷ്ണു, ഈ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ എന്തൊക്കെ വിവരങ്ങളാണ് പുതുതായി ലഭിക്കുന്നത്? ഈ കഞ്ചാവ് അവിടെ എത്തിയ ആ ശൃംഖലയിലെ കണ്ണികളെ മുഴുവൻ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? വിജയകുമാർ, ഈ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത 2 കിലോ കഞ്ചാവ്, അതുമായി ബന്ധപ്പെട്ടുള്ള ശൃംഖല ഏറെക്കുറെ ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. അത് ആകാശിൽ നിന്ന് തുടങ്ങി ആകാശ്, ആഷിഖ്, ഷാലിക്ക്, ഏറ്റവും ഒടുവിൽ അനുരാജ്, ഇനിയുള്ളത് ഒരു അതിഥി തൊഴിലാളിയാണ്. അയാളെ കൂടി പിടിക്കുന്നതോടുകൂടി ഈ ശൃംഖല ഏറെക്കുറെ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 6 മാസമായി ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിപണനം നടന്നിരുന്നു. അത് ഈ കോളേജിൽ മാത്രമല്ല, കളമശ്ശേരി പരിസരത്തേക്കും ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചിരുന്നു. അതുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ കേസിൽ പങ്കുണ്ടോ, അല്ലെങ്കിൽ ഹോസ്റ്റലിലെ കഞ്ചാവ് വിപണനത്തിൽ പങ്കുണ്ടോ എന്നൊരു സമാന്തര അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. 16,000 രൂപയാണ് ഇന്നലെ പിടിയിലായ അനുരാജ് ഈ കഞ്ചാവ് വാങ്ങുന്നതിന് വേണ്ടി ഗൂഗിൾ പേ വഴി ഷാലിക്കിന് കൈമാറിയത്. 16,000 രൂപ ഗൂഗിൾ പേ വഴി മാത്രം കൈമാറിയതാണ്. ബാക്കി തുക നേരിട്ട് കൈമാറിയിട്ടുണ്ട്. ക്രെഡിറ്റ് സംവിധാനത്തിലും കഞ്ചാവ് ഇവർക്ക് നൽകിയിരുന്നു. അതായത് സ്ഥിരമായി ഇത്തരത്തിൽ കഞ്ചാവ് വാങ്ങിയിരുന്നത് കൊണ്ട് കുറച്ച് തുക കടം വന്നാലും പ്രശ്നമില്ല, അടുത്ത തവണ അത് മേക്കപ്പ് ചെയ്ത് നൽകുന്നതായിരുന്നു ഇവരുടെ ഒരു രീതി. ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഇതര സംസ്ഥാനക്കാരന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. 4 കിലോ കഞ്ചാവ് ഈ ഹോസ്റ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് ഈ മൊഴി വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ 2 കിലോ കഞ്ചാവ് മാത്രമാണ് നിലവിൽ പിടികൂടാനായിട്ടുള്ളത്. ബാക്കി 2 കിലോ കഞ്ചാവ് എവിടെയെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് കണ്ടെത്താനുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഷാലിക്കും ആഷിക്കും ഈ റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് ഓടിപ്പോയവരാണ്. അതുകൊണ്ട് ഇവർ ഈ കഞ്ചാവുമായാണോ പോയത്, അത് ഏതെങ്കിലും തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ, അക്കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കും. പോളിടെക്നിക് ഹോസ്റ്റലാണ് കളമശ്ശേരിയിലെ കഞ്ചാവ് വിപണന കേന്ദ്രമായി മാറിയത് എന്നുള്ളതാണ് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അത് കോളേജിനകത്ത് മാത്രമല്ല, പുറത്തേക്കും ആ വിപണനം നീണ്ടിരുന്നു. വിജയകുമാർ.